മേരി റോയി, അരുന്ധതി റോയി, ബീന കണ്ണൻ, മിസ്സിസ് കെ മാത്യു കോട്ടയത്തിന്റെ അഭിമാന ഭാജനങ്ങളാണ്. കോട്ടയത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച വനിതാരത്നങ്ങളാണ്. ഈ പുതുവത്സരത്തിന് നമുക്ക് കിട്ടിയ ഒരു പുതുവത്സര സമ്മാനമാണ് നമ്മുടെ സൗന്ദര്യ റാണി പ്രിയപ്പെട്ട ആലീസ് ആന്റി. നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് കിട്ടിയ ഒരു പൊരുത്തുപോലും കൂടിയാണ്. നമ്മുടെ സ്വന്തം ആലീസ് ആന്റി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ വേറെ എന്താണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞു കേട്ടിട്ടുള്ളൂ പ്രായം പറഞ്ഞൊരു നമ്പറാണെന്ന്. സത്യത്തിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി പ്രായം പറഞ്ഞൊരു നമ്പറാണ്. ഒരു പ്രിൻസിപ്പിൾ മുൻനിർത്തിക്കൊണ്ട് നമുക്കെല്ലാം നല്ല പ്രചോദനവും നമുക്ക് നല്ല ആത്മവിശ്വാസം തരത്തക്ക രീതിയിലുള്ള ഈ വ്യക്തിത്വത്തെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന ഏറെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമ്മളെല്ലാവരും അതിശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സൗന്ദര്യ റാണി പ്രിയപ്പെട്ട ആലീസ് ആന്റി. എനിക്ക് സത്യത്തിൽ പറയേണ്ട എന്താണെന്ന് അറിയത്തില്ല. ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുന്നത് തികച്ചും യാദൃശ്യവും അതിലേറെ ഗംഭീരവുമായ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ നിന്നുകൊണ്ട് ഒരു സൗന്ദര്യ റാണിയെ ആദരിക്കാനും ആശംസിക്കാനും അവസരം ലഭിച്ചതിൽ തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷവും അതിലേറെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത്. ഇത്തരം നിമിഷങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തിനോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ കഴിഞ്ഞ 25 വർഷക്കാലം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലും പൊതുപ്രവർത്തന മേഖലകളിലൊക്കെ ഏർപ്പെട്ട സമയങ്ങളിലൊക്കെ നല്ല കലാകാരന്മാരെയും കായിക പ്രതിഭകളെയും നല്ല സാഹിത്യകാരന്മാരെയും ഒക്കെ ആദരിക്കുവാനും അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുവാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ടല്ലോ. ആദ്യമായിട്ടാണ് ഒരു സൗന്ദര്യ റാണിയെ അനുമോദിക്കാൻ എനിക്ക് അവസരം ലഭിക്കുക. അതും കോട്ടയം ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു സൗന്ദര്യ റാണിയെ സുന്ദരി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനത്തിന് പകു നൽകുന്ന പദ്ധതിയാണ്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിവിധ ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. നാടോട്ട് പ്രസംഗിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു. പക്ഷെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജില്ലയാണ്. വളരെയേറെ പാരമ്പര്യവും അതിലേറെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ മേഖലകളിലൊക്കെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് CMS കോളേജ് സ്ഥിതി ചെയ്യുന്ന കോട്ടയത്താണ്. അതുപോലെ പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും എനിക്ക് തോന്നുന്ന കീനൗട്ടായിട്ടുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്ന ഒരു പത്രമാധ്യമ രംഗത്തെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് കോട്ടയം ജില്ലയിൽ തന്നെയാണ്. അതുപോലെ DC കിഴക്കമുറി, തകഴി ശിവശങ്കരപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, ഐതിഹ്യമാരുടെ രചയിതാവ് കോട്ടാഴത്ത് ശങ്കുണ്ണി, ഇവരെല്ലാം കോട്ടയത്തിന്റെ പുത്രന്മാരാണ്. ഇതൊക്കെ നമുക്ക് അഭിമാനത്തിലൊക്കെ നൽകുന്ന വസ്തുതയാണ്. എന്നാൽ കോട്ടയം ജില്ലയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച പെൺമക്കളെ, മഹിളാ രത്നങ്ങളും കോട്ടയത്തുണ്ടെന്നുള്ള കാര്യം ഇവർക്കൊക്കെ അറിയാവുന്ന തന്നെയാണ് എന്റെ പ്രതീക്ഷ. മേരി റോയി, അരുന്ധതി റോയി, പാർവതി ഓമനക്കുട്ടൻ, അഞ്ജു ബോബി ജോർജ്, ബീന കണ്ണൻ, മിസ്സിസ് കെ മാത്യു, KR മീര, ഇവരൊക്കെ കോട്ടയത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ച വനിതാരത്നങ്ങളാണ്. അവരുടെയൊക്കെ ആ ചരിത്രങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ പ്രചോദനവും നമുക്ക് ജീവിക്കാനുള്ള ഒരു ടെൻഡൻസിയും ഒക്കെ അവരുടെ എഴുത്തുകളിലും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ പുതുവത്സരത്തിന് 2026 പുതുവത്സരത്തിൽ നമുക്ക് കിട്ടിയ ഒരു പുതുവത്സര സമ്മാനമാണ് നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് കിട്ടിയ ഒരു പൊരുത്തുപോലും കൂടിയാണ് ഒരു സൗന്ദര്യ റാണിയെ എടുക്കുക എന്നുള്ളത്. അതെനിക്ക് തോന്നുന്നത് 100-140 കോടി ജനങ്ങളുടെ ഭാഗതേയത്വമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ മിസ് ഇന്ത്യ പട്ടമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മിസ്സസ് ഇന്ത്യ പട്ടമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അതായത് പലപ്പോഴും ബലഹീനതയും തളർച്ചയും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. അവർക്ക് ജീവിതത്തിന്റെ ആ പ്രാരാബ്ദങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പോയി കൊച്ചു പിള്ളേരോട് മത്സരിച്ച് ഒരു സൗന്ദര്യ പട്ടം മേടിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് മുമ്പ് പ്രസംഗിച്ച മാടവിടെ സൂചിപ്പിക്കേണ്ടായിരുന്നു. നമ്മുടെ ആലീസിന്റെ സ്വഭാവം ഒരു സുന്ദരി എന്ന് മാത്രമല്ല. ഇപ്പൊ നമ്മളൊക്കെ വിചാരിക്കുന്നത് സൗന്ദര്യം എന്ന് പറയുന്ന മുഖത്ത് കാണിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണെന്നായിരിക്കും നമ്മുടെയൊക്കെ വിചാരം. പക്ഷെ അതല്ല സൗന്ദര്യം. നമുക്കെല്ലാം പണ്ട് കാലം മുതലേ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്ന കാഴ്ചപ്പാടുകളുണ്ട്. ചിലർ പറയും സൗന്ദര്യമാണ് മുഖ സൗന്ദര്യമാണ് സൗന്ദര്യത്തിന്റെ ലക്ഷണമെന്ന്. ചിലർ പറയും അത് വ്യക്തിത്വം കൂടെ കൂടുന്നതാണ് സൗന്ദര്യമെന്ന്. ചിലർ പറയും ഇതെല്ലാം കൂടി ചേർന്നാലേ സൗന്ദര്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സൗന്ദര്യ റാണിയാണ് നമ്മുടെ കോട്ടയത്തിനുള്ളതെന്ന് പറയുമ്പോൾ, നമ്മുടെ സ്വന്തം ആലീസ് ആന്റി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ ഇതിൽ കൂടുതൽ വേറെ എന്താണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇപ്പം നമുക്കറിയാം ഏത് മേഖലയും നമ്മുടെ സ്ത്രീകളുടെ ഒരു പരിപാടികൾ എടുത്താലും അവിടെയുള്ള സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു ശബ്ദം മുഴങ്ങുന്നത്. പക്ഷെ ഈ സ്ത്രീ ശാക്തീകരണം ഇന്നലെയോ ഇന്നോ ഉണ്ടായ സംഭവമല്ല. കാര്യം എൻ്റെ പഞ്ചായത്തുകൾ ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഉത്ഭവിച്ചത് 1992 കാലഘട്ടത്തിലാണ്. അതിൽ എത്രയോ വർഷം മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലൊക്കെ ഝാൻസി റാണി, ഇന്ദിരാഗാന്ധി,
തുടങ്ങിയ മഹിളകൾ, അതുപോലെ രാമായണത്തിലെ സീത, ഇവരൊക്കെ നല്ല നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വനിതകളാണ്. നമുക്ക് വനിതകൾക്ക് എപ്പോഴും മോഡലാക്കാവുന്ന സ്ത്രീരത്നങ്ങളാണ്. അവർ ആ കാലമൊക്കെ പോയെങ്കിലും പക്ഷെ കുറെ ഒരിടക്കാലമായിട്ട് നമുക്കറിയാം നമ്മുടെ സ്ത്രീകൾ എപ്പോഴും സ്ത്രീകളെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ അടങ്ങി ഒതുങ്ങി ഭർത്താവ് പറയുന്നതൊക്കെ കേട്ട് എത്ര കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അവരൊക്കെ പ്രസവിച്ച് അവരെയൊക്കെ വളർത്തി അവിടെ വീട്ടിൽ വരുന്ന ബന്ധുക്കൾക്കൊക്കെ ഭക്ഷണം കൊടുത്ത് അവരെല്ലാം നല്ല തൃപ്തരായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ കാലം മാറി. ഇന്ന് സ്ത്രീ സമൂഹത്തെ പിടിച്ചാൽ നിൽക്കാത്ത രീതിയിൽ കാര്യം പുരുഷനോടൊപ്പം ഏത് മേഖലയിലും അവർ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. നമുക്കറിയാം സുനിത വില്യംസിന്റെ ഒക്കെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അവരുടെ ബഹിരാകാശം പോയി കീഴടക്കി വരാം. അപ്പൊ അത്രമാത്രം സ്ത്രീ ശാക്തീകരണം ഇത്തരം കാലഘട്ടം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ ഇടയിൽ നമ്മളെപ്പോലെയുള്ളവരുടെ ഇടയിൽ ഇത്തരം സാധ്യതകൾ മങ്ങിപ്പോകുന്നത് എന്നത് ഒരു ചോദ്യമാണ്. അപ്പൊ സ്ത്രീകളുടെ ആ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്ക് കിട്ടുന്ന ആ നല്ല അവസരങ്ങൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവും അവർക്ക് വേണ്ട പ്രാവീണ്യവും അതിനുവേണ്ട വിവരവും ഒക്കെ നമുക്കുണ്ടാവണം. അപ്പൊ ആ വിവരം നമുക്കുണ്ടാകുന്നത് ഒരിക്കലും ഏതെങ്കിലും പുസ്തകത്തിൽ കൂടെ വായിച്ചത് കൊണ്ടോ ഏതെങ്കിലും കർമ്മപദങ്ങളിൽ തന്നെ പ്രവർത്തിച്ചത് കൊണ്ടൊന്നുമല്ല. നമുക്ക് മോഡലാകാനുള്ള നമ്മുടെ മനസ്സിന് ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് ഇനിയിപ്പോൾ ആലിസന്നിയുടെ എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ മുതൽ ഞാൻ ആലിസന്നിയുടെ പത്രമാധ്യമങ്ങൾക്കുള്ള അഭിമുഖങ്ങളൊക്കെ ശ്രദ്ധിച്ചു. ആലിസന്നിയുടെ ചിലവാറൊരു ആഗ്രഹമായിരുന്നു ഒരു സൗന്ദര്യപട്ടം മേടിക്കണമെന്നുള്ളത്. അതിനുവേണ്ടിയുള്ള യജ്ഞമാണ് കാണിച്ചത്. അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഏത് ജീവിത പ്രതിസന്ധികളുണ്ടെങ്കിലും നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇന്നത്തെ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടി 79 വർഷം നമ്മൾ പിന്നിട്ടു. ബാലവേല നിയമം കൊണ്ട് നിരോധിച്ചു തന്നു. സ്ത്രീധന നിരോധനം ആ നിയമം പ്രാവർത്തികമാക്കി തന്നു. എന്നിട്ടും നമുക്ക് വിജയിക്കാൻ സാധിക്കാതെ പോകുന്നത് നമ്മളുടെയൊക്കെ കഴിവുകൊണ്ടാണ്. ഞാൻ പറയുന്നില്ല, നമ്മൾക്കെല്ലാം നല്ല കഴിവുള്ളവരാണ്. അത് പ്രവർത്തിക്കാൻ നമുക്കൊരു മോഡൽ നമ്മുടെ മുന്നിലില്ല. പക്ഷേ ആ ഒരു മോഡലാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രചോദനവും നമുക്ക് കിട്ടിയിരിക്കുന്ന പുഷ്പതയും നമുക്ക് കിട്ടുന്ന ഊർജവും ഒക്കെ ഇത്തരം വ്യക്തികളെ നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ്. സത്യത്തിലെ ആലിസന്നെ എനിക്കറിയാം YWCയുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് വന്നിട്ടുണ്ട്. പക്ഷെ അന്നും ആലിസന്റെ കണ്ടപ്പം എനിക്ക് നേരിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. അന്ന് ഞാൻ ആ മീറ്റിംഗിൽ ആബ്സെന്റായിരുന്നു. എന്നാൽ ഇവിടെ വന്ന ആലിസന്റെ കണ്ടപ്പം എനിക്കൊരു വിഷമമാണ്. കൂടെ നിൽക്കാൻ ഒരു പ്രയാസം. ഇത്രയും വലിയ സുന്ദരികളോടൊക്കെ കൂടെ എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നതെന്നൊരു വിഷമം വന്നപ്പം വന്നുണ്ടായത്. എന്തായാലും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന അസുലഭ നിമിഷങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ നമുക്കറിയാം, പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഏത് സ്ത്രീക്കും അവിടെ നിന്ന് വിജയിക്കണമെങ്കിൽ അതിന് നല്ല കുടുംബ ഭദ്രത തന്നെ വേണം. അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ജില്ലാ പഞ്ചായത്തിലായാലും MLA ആയാലും ഒക്കെ ഒരു വനിതകളാണെങ്കിൽ അവർക്ക് നല്ലൊരു സപ്പോർട്ട് അതിന്റെ പുറകെ വേണം. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് വിവാഹവും വിവാഹേതര ബന്ധങ്ങളും ഡൈവോഴ്സും ഒക്കെ മുട്ടിന് കേൾക്കുന്ന കാലഘട്ടത്തിൽ ഇത്രമാത്രം ആദർശ സമ്പന്നമായ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് ആ വനിതയെ ഈ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ അതിന്റെ പിന്നിലെ ആലിസാനിയുടെ ഒരു 60% ഉണ്ടെന്ന് കുട്ടിക്കും ബാക്കിയുള്ള 40% അവരുടെ ഭർത്താവിൻ്റെ കഴിവ് തന്നെയാണ്. എന്തായാലും എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹത്തരമായി ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇതിന്റെ ഭാഗവാക്കാകാൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ 100ാമത്തെ വയസ്സിലും ഇതുപോലൊരു അവാർഡ് നേടി നമുക്ക് വിപ്ലവകരമായ മാറ്റത്തിന് സൃഷ്ടിക്കത്തക്ക രീതിയിൽ ആലിസാനിക്ക് സാധിക്കട്ടെ എന്ന് ഇതേപോലെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നല്ല കുടുംബജീവിതം കാണിച്ച് ഇന്നത്തെ വളരുന്ന തലമുറയ്ക്കും പിന്നെ ഇന്നത്തെ ഈ സമൂഹത്തിന് അവരുടെ മഹാത്മജി പറയുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന്. ഇവിടെ ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇവരുടെ ഈ രാജസ്ഥാനിയുടെയും ജോയിത്താന്റെയും ജീവിതമാണ് അവരുടെ സന്ദേശം. അവരുടെ ജീവിതത്തിലൂടെ നീളം ആ സത്യസന്ധതയും ആ നിഷ്കളങ്കതയും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, എനിക്ക് അലക്സാണ്ടിയെ കുറിച്ച് എനിക്ക് ഒരു വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. നമുക്കറിയാം, ഒരു സൗന്ദര്യപട്ടം മേടിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ സാധാരണ വർത്തമാനം പറയുമ്പം നല്ല പൂ പോലെ, നല്ല കവിത പോലെ, നല്ല കടൽ പോലെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് എല്ലാം നല്ലതിനെ വിശേഷിപ്പിക്കും. ആ നല്ലതിനെ വിശേഷിപ്പിക്കുന്ന എല്ലാ സ്ത്രീ സൗന്ദര്യത്തെ കാണുമ്പോഴാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. സത്യത്തില് ആലിസാനിക്ക് ദീർഘകാലം ഇതുപോലെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയമായി ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ YWCയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെ ഞാൻ അർപ്പിക്കുന്നു. ഇനി ഒരിക്കൽ കൂടി ഒരു സൗന്ദര്യ പട്ടവുമായിട്ട് ഞങ്ങളുടെ ഭാഗത്തോട്ട് കടന്നു വരാൻ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇത്രമാത്രം സ്നേഹത്തോടുകൂടി, ഇത്രമാത്രം സഹകരണത്തിൽ നമുക്കൊരു ഈഗോയുടെയൊക്കെ കാലഘട്ടം, സ്വന്തം മക്കളോട് പോലും നമുക്ക് എന്തുകൂടെ ക്രൂരത കാണിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് ഒരു മനസ്സോടെ, ഒരു വികാരത്തോടെ, ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ
ഇത്രമാത്രം വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വലിയ പാഠമാണ് അതിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചത്. അതുപോലെ നമുക്കൊക്കെ മനസ്സിലാക്കി നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പ്രായം എന്ന് പറഞ്ഞൊരു നമ്പറാണെന്ന്. സത്യത്തിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായി പ്രായം എന്ന് പറഞ്ഞൊരു നമ്പറാണ്. വെറും ഒരു 2 അക്കത്തിന്റെ വ്യത്യാസം, 2 അക്കം മാത്രമാണ് അതിനകത്ത്. പിന്നെ മറ്റു സാധ്യതകളും അസാധ്യത ഒന്നും എഴുതിക്കുന്നില്ല. വെറും ആ ഒരു പ്രിൻസിപ്പിൾ മുൻനിർത്തിക്കൊണ്ട് നമുക്കെല്ലാം നല്ല പ്രയോജനവും നമുക്ക് നല്ല ആത്മവിശ്വാസം തരത്തക്ക രീതിയിലുള്ള ഈ വ്യക്തിത്വത്തെ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലെ മഹത്തരമായിട്ട് അടങ്ങി സംബന്ധിക്കാൻ അവസരം തന്നതിൽ ഹൃദയപൂർവ്വം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും തരട്ടെ. നന്ദി, നമസ്കാരം.